ഒരിക്കൽ ഒരു ഗുരു വളരെ നിർണായകരമായൊരു ചോദ്യം തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. എന്തിനും മറുപടി നൽകുന്ന ശിഷ്യൻ പറഞ്ഞു ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. മത്തായിയുടെ സുവിശേഷം 16:16. ഇനി ഈ ഗുരുവിനെയും ശിഷ്യനെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. യേശു എന്ന ഗുരുവും പത്രോസ് എന്ന ശിഷ്യനും. വീണ്ടും ഒരു ക്രിസ്തുമസ് കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങളും ആഘോഷങ്ങളുടെ വർണ്ണപ്പൊരുമയും ഒക്കെ ഒത്തുചേരുന്ന മനോഹരമായൊരു കാലഘട്ടം. ഇവിടെ ആത്യന്തികമായി നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിക്കേണ്ടത് ഈ ശിഷ്യൻ നൽകിയ മറുപടിയുടെ അന്തസത്തയിലേക്കാണ്. യേശു ദൈവപുത്രനാകുന്നു. ജീസസ് ഈസ് ദ ഓൺലി ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ്. യോഹന്നാന്റെ 1-ാം ലേഖനം 4:9 നാം ഇപ്രകാരം വായിക്കുന്നു, തന്റെ ഏകജാതൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവപുത്രൻ എന്ന അഭിധാനം യേശുവിന് പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതായത് അവിടുന്ന് ദൈവം തന്നെയാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1. ഇവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തുമസ് ആചരണത്തിന്റെ പ്രാധാന്യം കടന്നു വരിക. കാരണം നമ്മൾ ആഘോഷിക്കുന്നത് ദൈവപുത്രന്റെ ജനന തിരുനാളാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷത്തെക്കാളൊക്കെ ഉപരിയായി ആരാധനയുടെ ഒരു അനുഭവമായി നമ്മുടെ ഹൃദയങ്ങളിൽ മാറണം. നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ക്രിസ്തുമസ് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിലെക്സിറ്റ് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന തന്റെ പുതിയ ചാക്രിക ലേഖനത്തിൽ വീണ്ടും യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നതിനും തന്റെ സൗഹൃദം പങ്കുവെക്കുന്നതിനും ഒരു മുൻ വ്യവസ്ഥയും ദൈവം വയ്ക്കുന്നില്ല. യേശു വഴിയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഈ സ്നേഹപിതാവിന്റെ താങ്ങുന്ന കരങ്ങളിൽ വിശ്വാസപൂർവം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അപ്പോൾ നമുക്ക് പറയാനാവട്ടെ, കർത്താവിന്റെ നിഘണ്ടുവിൽ ആകസ്മികം എന്നൊരു പദമില്ല എന്ന്. ദൈവഹിതത്തോട് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പുൽക്കൂട്ടിന് നാം കണ്ടുമുട്ടുന്ന ദൈവപുത്രന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന സ്നേഹപൂർവകമായ ആരാധനയാവട്ടെ ഈ ക്രിസ്തുമസ്.